അവനൊക്കെ വാങ്ങിക്കുമ്പോ സൂക്ഷിക്കണം, കാലം ചീത്തയാ. ബാങ്കിനോട് നേരിട്ടുകൊണ്ട് തന്നതാ. ശില്പയുടെ കയ്യിൽ അരുന്ന് പൊട്ടിച്ചു വായിക്കും. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ നല്ല നിലയിൽ വളർത്തുക, അതൊക്കെ മാതാപിതാക്കളുടെ കടമയാണ്. അതിനുവേണ്ടി വിദ്യാഭ്യാസത്തിന് മക്കളെ ബാധ്യതക്കാരാക്കുന്നതാണ് മാതാപിതാക്കളുടെ കടമ. പണ്ടൊക്കെ സ്വർണ്ണം സ്ഥലമാക്കി പണയപ്പെട്ട് ഇപ്പൊ സ്വന്തം മക്കളെ പണയപ്പെട്ടാണ് മാതാപിതാക്കൾ അല്ലേ? നീ ബുദ്ധിമുട്ടണ്ട, ഈ ലോണിന്റെ ബാധ്യത ഞാനെ കണ്ടോളാം. ഇങ്ങനെ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലത്. ശില്പയുടെ ഞാൻ നമ്മുടെ ഭർത്താവാണ്. പണം അടച്ച് ക്ലോസിയാകുന്ന കാലം ഇത് ഞങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കും. നിങ്ങളല്ല ബുദ്ധിമാനാ, ലക്ഷങ്ങൾ മാധ്യമ വെറുതെ ഇങ്ങോട്ട് എത്തിച്ചത്. ഇനി വരുന്നതൊക്കെ ഭർത്താവോ അവന്റെ വീട്ടുകാർ അസുഖിച്ചോളാം. മോനെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അറിയാമോ? ഞാൻ അവളെ പഠിപ്പിച്ചൊരു ജോലിക്കാരിയായത്. ഒരു ജോലിക്കാരിയായത് അനുകരിക്കണ്ട. ജോലിയൊക്കെ ലോണിന്റെ പേരിൽ ഈ പ്രശ്നം ഒരു 4-5 വർഷം സാവകാശത്തിന് സാധനം കൊടുത്ത് അപ്പോഴേക്കും ജനിച്ചതാണ്. കുറഞ്ഞത് 10-25 ലക്ഷം രൂപയെങ്കിലും പിരിയാൻ വേണ്ടി. അപ്പൊ എല്ലാ ബാധ്യതയും തീർക്കാതെ പോരെ. എന്നാൽ ഇങ്ങോട്ടുള്ള പലിശ കലക്ടറായിരിക്കും. ഇത്തവണ എത്രയും വലിയ തുകയുടെ ബാധ്യത കല്യാണത്തിന് മുമ്പ് ഓർക്കില്ല. അയ്യോ, അന്ന് മുടിഞ്ഞ പ്രായമില്ലാതെ പറഞ്ഞ മാസം 10-25 ശമ്പളം വാങ്ങുന്നത് നിങ്ങൾക്ക് എങ്ങനെയുള്ള ഇത്രയും രൂപയുടെ ബാധ്യത? അതോ മാന്യനായ മാധവന് മദ്യത്തിൽ മദ്രാക്ഷികൾ ആഘോഷിക്കുന്ന മറ്റൊരു ജീവിതം കൂടി ഉണ്ടായിരുന്നു. നീ എന്റെ മകളുടെ ഭർത്താവ്, അല്ലാതെ അപ്പനല്ല. എന്റെ ഭാര്യ പണയം വെച്ചതിന്റെ ബാധ്യത എടുത്തത് ഭർത്താവ് പറഞ്ഞാൽ മനസ്സിലാതെ. എന്തിനാ പിന്നെ എന്റെ കോടതി ഞാനൊരു സൈഡ് വെച്ച് നിൽക്കണം. അതല്ല, മാധവനെ കൊണ്ടെല്ലാം പറയിച്ച് അടങ്ങുന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യനും വീടിനേക്കാൾ സത്യസന്ധ നിന്റെ രാജ്യമേ പറയുന്നതായിരിക്കും. അവരോട് ചോദിക്കാൻ മാധവൻ എങ്ങനെ പാത്തു വെക്കാനായിരുന്നു. എന്താ ഇങ്ങനെ പല സംശയമുണ്ടോ? ഉണ്ട്, സംശയമല്ല, ഒരു സത്യം. എന്നോട് ഈ കുടുംബത്തോടുള്ള നിന്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു മാധവ. നീ എന്നെ സ്നേഹിച്ച് ചതിക്കാനായിരുന്നു. നിന്നെ ചതിക്കാൻ അതിനേക്കാൾ എനിക്കുള്ള നിന്നെ കൊല്ലുന്നതാണ്. അതെ, ശരിയാണല്ലോ. അഥവാ ഞാൻ മുന്നേ കഴിച്ച് ബാങ്കിൽ പോയിരുന്നു, നിന്നെ അവിടെ കണ്ടില്ല. ഈ വസ്തുവിൽ എത്ര ലോൺ കിട്ടുമെന്ന് അറിയാൻ പോയത്. ഇപ്പൊ മാനേജർ പറഞ്ഞത് ദേവസ്വം ഞാൻ ഈ വസ്തുവിന്റെ ആധാരം പണയം വെച്ച് 5 ലക്ഷം രൂപ ലോൺ എടുക്കുന്ന ഉടപ്പുറപ്പിനെ പോലെ റേറ്റ് നടന്നിട്ട് ചതിക്കില്ല. ഇവൻ നമ്മുടെ ആധാരം പണയം വെച്ച് എന്താ പേര് കാശെടുത്തു. കളന ചതിയ കൂട്ടാനുള്ള രോഗി മാതാപിതാക്കളെ കുറിച്ച് മോശമായി പറഞ്ഞല്ലോ. പലരും ചേച്ചൻ പറഞ്ഞ സത്യമാണ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ആവശ്യം വന്നപ്പോ കള്ളൻ എന്ന ചതിയുടെ പേര് കേൾക്കുന്നതിന് ഭേദം മരിക്കില്ലേ അച്ഛൻ? ഇനി ഈ വിളിക്ക് എന്താ അർത്ഥം? എന്നെ കുറിച്ചെങ്കിലും ഓർക്കാമായിരുന്നില്ലേ? നീ അറിയാതെ ഒന്നും നടക്കില്ല. എല്ലാത്തിനും നിനക്ക് വന്നത് ഒരു കുടുംബത്തെ കബളിപ്പിച്ച് രണ്ടാമത് കൂടി നടന്നു നാടകം. നന്നാവും കൂട്ടുകാരനെ ചതിച്ച ചങ്ങാതി, സത്യമാക്കിയ ഭർത്താവിനെ ചതിച്ച ഭാര്യ. ഇനി ശിക്ഷ മാത്രം കിട്ടാൻ മതി. അതുപോലെ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കണക്കിലെ കളികളിൽ നീ ക്യാമറയെപ്പോ ചങ്ങാതിയെ വിശ്വസിച്ച് ഞാൻ വന്നത്. എനിക്കിനി ചങ്ങാതി വേണ്ട, ദേവത്തിക്കിനി മാധവം വേണ്ട. എന്റെ ഭൂമിയുടെ കല്യാണമായിട്ടല്ല നീ എന്റെ മുമ്പിൽ വരുന്നത്. നമ്മളെ കാണാൻ ഇറങ്ങി കൂടാ.
നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ തൊട്ടയൽപ്പക്കത്ത് നടക്കുന്ന അഥവാ നടക്കാൻ പോകുന്ന വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളുടെ ദുരന്ത കാഴ്ചകളിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം നാടകം തുടരും. അനുഗ്രഹീതമായ ഈ വേദിയിൽ ഈ നാടകം അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടാക്കി തന്ന പാരപ്പള്ളി സംസ്കാരിയുടെ ഭാരവാഹികൾക്കും മാധവൻ, സതീഷ് സംഘമിത്ര, ദേവസി, കോട്ടയം ശശി, കുട്ടിയച്ചൻ, ശംകുട്ടി എന്നീ വേഷങ്ങളിൽ ശ്രീകണ്ഠൻ കരീപ്ര, ചാനൽ അവതാരകൻ രമേശ് നമ്പ്യാർ എന്നീ വേഷങ്ങളിൽ ചമ്പക്കുളം ശ്രീകുമാർ, ബാങ്ക് ജോലിക്കാരൻ കേശു, ആലപ്പുഴ കേശു, ഈത്തമ്മ സരിത പെരിന്തൽമണ്ണ, ശില്പ സിന്ധു മുണ്ടക്കയ, എന്റെ ഭൂമിയുടെ കടലാസുമായിട്ടല്ല നീ ഇനി എന്റെ മുമ്പിൽ വരരുത്. നമ്മൾ നിന്നെ കാണരുത്. ഇറങ്ങി പോടാ, ഇറങ്ങി പോടാ. വിദ്യാഭ്യാസത്തിന്റെ പേരിൽ മക്കളെ ബാധ്യതക്കാരാക്കുന്നതാണോ മാതാപിതാക്കളുടെ കടമ? നിങ്ങളാണ് ബുദ്ധിമാനാണ്. ലക്ഷങ്ങൾ ബാധ്യതയുള്ള പെണ്ണിനെ ഇങ്ങോട്ട് എത്തിച്ചത്. ഇനി വരുന്നവരുടെ ഭർത്താവാണ് വീട്ടുകാർ അനുഭവിച്ചുകൊള്ളു. എല്ലാ ദുഃഖങ്ങളും മറന്ന് നമുക്കത് നടിച്ചു പൊളിച്ച് ആകർഷിക്കണം സാറേ. സാറൊന്ന് മാനേജരായിട്ട് വേണം എനിക്ക് ഫയലുകൾ ഉൾവാക്കാൻ. എന്നാൽ നമുക്ക് തുടങ്ങാം സാർ. ജീവിതത്തിന്റെ തീച്ചോടിൽ കിടന്ന ഹൃദയം വെച്ചുവെക്കാൻ ആ എന്റെ ഹൃദയം ശോഭിക്കാൻ ഈ മധ്യത്തിൽ പറ്റുമോ? ഭർത്താവ് ഉപേക്ഷിച്ച് എന്റെ മകളുടെ കണ്ണീരൊപ്പാൻ ഇതിനാവുന്നു. എടുത്തോളൂ ഭാരതല്ലോ. സാറിന് മാനേജറെ പ്രൊമോഷൻ കിട്ടാൻ പോകുന്ന ഓരോ അടുത്ത സന്തോഷത്തിൽ ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ആ സന്തോഷം ആഘോഷിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ലോ സാറിപ്പോ. ഞാനത് ഓർത്തില്ല. സാറെന്നോട് ക്ഷമിക്കണം. ഒരു മദ്യത്തിനും മയക്കുമരുന്നിനും മനുഷ്യന്റെ വേദന ഇല്ലാതാക്കാൻ കഴിയില്ല. കുറച്ചു നേരത്തേക്ക് എല്ലാം മറന്ന് ബോധം കെട്ടിക്കിടക്കും. അത് കഴിയുമ്പോൾ ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരും എല്ലാ വേദനകളും. ആഘോഷം തുടങ്ങി. ജീവിതത്തിൽ മുന്നോട്ടൊന്നും ചിന്തിക്കാൻ എത്തവർക്ക് സന്തോഷവും സമ്പളവും മധ്യത്തിൽ ആഘോഷിക്കാം. എന്റെ വേദന മനസ്സിലാവുക. നീ വേദനിക്കുമ്പോൾ നിശബ്ദമായി കരയാൻ ഒരു കുരുന്ന ജീവൻ കൂടിയുണ്ട്. അത് മറക്കണ്ട. അത് മറന്നാണല്ലോ പലരും ജീവിക്കുന്നു, ഇപ്പോൾ ആഘോഷിക്കുന്നു. ഓരോന്ന് ചെയ്തു കൊടുക്കുമ്പോഴും മകളുടെ ഭാവിയെ കുറിച്ച് ഓർത്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. വിധിയെ പഠിക്കാൻ ഒരു ന്യായീകരണം വേണം. ഇവിടെ അതല്ലല്ലോ. പണത്തിന് വേണ്ടി സ്വന്തം സുഹൃത്തിനെ പോയി വഞ്ചിച്ചയാൾ നാളെ ഇതിനും വരെ ആവശ്യം വന്നാൽ അവിടെ പറയട്ടെ, മകൾക്ക് വേണ്ടി ജീവിച്ച അച്ഛനെന്ന നിലയിൽ എല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അച്ഛക്ക് ഇപ്പോഴും ചെയ്ത് തെറ്റിന്റെ ആരല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിന്റെ കണക്കമല്ല. എല്ലാ നന്മകളെയും ഇല്ലാതാക്കുന്നു ഒരു വലിയ തെറ്റ് അച്ഛൻ ചെയ്തത്. എന്റെ വയറ്റിൽ വരുന്ന കുഞ്ഞിനെ ഓർക്കണം. അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ ദുരന്തം വരുത്തി വെച്ചവരോട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതികാരം ചെയ്തേ ഇല്ലാതാക്കിയ എന്റെ ജീവിതം. യുദ്ധക്കളത്തിൽ നിരായുധനായി നിൽക്കുന്ന പടയാളിയുടെ കഴുത്തിന് വാൾവിനെ കുത്തിച്ചുകൊണ്ട് വിജയിച്ചു ഒരിക്കും നിനക്ക് ജീവൻ ഒരിട്ട് ദാഹജലത്തിന് വേണ്ടി കേടുമ്പോൾ ശത്രു പോലെ അവന്റെ നാവിൽ വെള്ളവിറ്റിച്ചു കൊടുക്കും. അച്ഛനായി നിന്നല്ല, ഒരച്ഛനായി ഞാൻ യാചിക്കുകയാണ്. ആ ഒരു ദയെങ്കിലും എന്റെ മോളെന്നോട് കാണിക്കണം. ഞാനൊരു മനുഷ്യനല്ലേ. ശിക്ഷിച്ചോ, പക്ഷേ എല്ലാവരും ചേർന്ന് എന്റെ മനസ്സിലേക്ക് പണ്ടിലേക്ക് ചവിട്ടിയാരെങ്കിലും
ഹൃദയത്തിലെ കണ്ണീര് കൊണ്ട് ഈ പാദം കഴുകി ചോദിക്കാൻ വന്നതാണ്. മകനോടും ഭർത്താവിനോട് പറയാതെ ചെയ്തില്ല അവിവേകം. അതിന്റെ ശിക്ഷ കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ചെയ്ത തെറ്റിന് നിങ്ങൾ കൂട്ടുകാർ തമ്മിൽ ശത്രുക്കളെ പോലെ പെരുമാറുന്നത് കാണാൻ പ്രാണിയില്ല. ഞാൻ പറയാൻ പോവാ, എന്റെ ആവശ്യത്തിന് മാത്രം ആഹാരം പറയാൻ വെച്ച് പണമടക്കുന്നത്. ഭർത്താവും മകനും അറിയാതെ വസ്തുവിന്റെ ആധാരം ഭർത്താവിന്റെ കൂട്ടുകാരനെ കൊണ്ട് പണയം വെപ്പിച്ച് 5 ലക്ഷം രൂപ നിങ്ങൾ ആരാവും? ഈ മാസങ്ങൾ തമ്മിൽ എന്താ അറിയുന്നതെന്ന് ദേവസ്വം ചോദിച്ചാൽ അത് സഹിക്കാൻ നിങ്ങൾക്ക് പ്രാണിയുണ്ടോ? മകൻ അമ്മയുടെ മുഖത്ത് കാറുകുട്ടിയായി ഇത് സഹിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ചെയ്യാത്ത തെറ്റിന് 2 കുടുംബങ്ങൾ അറിഞ്ഞു കഴിയുമ്പോ അതിന് കാരണക്കാരിയായി ഞാനെങ്കിലും സമാധാനം കഴിയും. സത്യം തുറന്നു പറഞ്ഞാൽ ഇതൊക്കെ തന്നെ സംഭവിക്കും. എത്ര ചെറിയ കാര്യമാണെങ്കിലും മറ്റുള്ളവരെ ഒളിച്ചു ചെയ്യുമ്പോൾ അതിനെ ഗൗരവവർത്തിക്കും. ഇവിടെ ഇപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആ തെറ്റ് ചെയ്തിരിക്കുന്ന ഞാനാണ്. എല്ലാം സഹിക്കാൻ പ്രാണിയുള്ളവരെ ഞാനിപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോയി. ഈ തമ്മ പോയിക്കോളൂ. പിന്നെ സത്യം തന്നെ മൂടി തുറന്ന് പുറത്തു വന്നില്ലെങ്കിൽ എന്നെങ്കിലും എനിക്ക് തനിച്ചിരിക്കുമ്പോൾ ദേവസ്വയോട് പറയണം, അവൻ എന്നെ ആട്ടി ഇറക്കിയപ്പോൾ എനിക്ക് വേദനിച്ചില്ല, ഞാൻ അവരെ വേദനിപ്പിച്ചതെന്നോ. എല്ലാവരുടെയും മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ ഞാനും വെറുത്തുപോയിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാ എന്റെ അച്ഛ? തെറ്റുകാരുണ്ടെന്ന് മോളറിയാം. അതുമതി. അച്ഛക്ക് എന്റെ മോളെ മാത്രം ബോധിപ്പിച്ചാണ്. നമുക്കാരും വേണ്ട. എല്ലാവരും തള്ളി പറഞ്ഞാൽ ഒഴിവാക്കിയാലും നമുക്ക് ജീവിക്കണം. നമുക്കിനി ആദ്യം ആശ്രയം വേണ്ട. നിനക്ക് വേണം, നിനക്ക് എല്ലാവരും വേണം. നിന്റെ മനസ്സ് തേങ്ങുന്ന എനിക്കറിയാം. അച്ഛൻ പോയി സാമ്പത്തികയുടെ കാലുപിടിക്കാം, നിന്നെ സ്വീകരിക്കാൻ അപേക്ഷിക്കാം. അതിനാദ്യം ബാങ്കിന്റെ പണയ വസ്തുവായി എന്നെ മോചിപ്പിക്കുക. ഈ അവസ്ഥയിൽ അതിന് പറ്റുമോ എന്നെ രക്ഷിക്കാൻ? മുടക്കങ്ങളും പ്രതിസന്ധികളും ഒരു സങ്കട പെരുമഴയിൽ അവസാനിക്കത്തില്ല സാറേ. അതിങ്ങനെ തുലാമഴ പോലെ മണ്ണിലേക്ക് മനസ്സിലാക്കി അവസാനിപ്പിക്കണം, എല്ലാം അവസാനിപ്പിക്കണം. എന്റെ മകളുടെ കുടുംബജീവിതം നടത്തുന്ന ആ ബാധ്യതയെ ഒഴിവാക്കണം. ഇനി പണം വേണ്ടേ? എങ്കിൽ വിളിക്കാം. ഞാൻ പറഞ്ഞ ദൈവത്തെ കൊണ്ടുവന്നു തരും. സാറിന്റെ ശില്പമോളിലേക്ക് കണ്ണീര് വായിക്കുന്ന പണം ഞാൻ അതിനുള്ള ഏർപ്പാട് ചെയ്ത സാറേ. 25 വർഷത്തെ എന്റെ സർവീസ് വിധയിൽ ഇന്നുവരെ കടമെന്ന പേര് ഞാൻ കേൾപ്പിച്ചിട്ടില്ല. നിരക്കിനിടയിൽ എപ്പോഴെങ്കിലും കണക്ക് പിശക് വന്നാൽ കയ്യിൽ നടന്നത് ചേർന്നുകൊണ്ടു കടന്നത് ഇല്ല. ജീവിതാന്ത്യം വരെ മാധവൻ ജീവിതത്തോടും സ്ഥാപനത്തോടും സത്യസന്ധതയുള്ളവനായിരിക്കും. അതിന് കഴിയാതെ വരുന്ന അന്ന് മാധവന്റെ മരണമായിരിക്കും. ആ മരണത്തിലൂടെയെങ്കിലും എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടണം. മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകിത്തീരുന്ന മാധവന് വേണ്ടി അന്നൊരു സൂര്യൻ ഉദിക്കും. സത്യത്തിന്റെ സൂര്യൻ, നന്മയുടെ സൂര്യൻ. വീണ്ടും സൂര്യനുദിക്കും, കിഴക്കിന്റെ മുഖമാകെ ചുരുക്കും. Hey,
തമ്പി മോശമായിട്ട് ഒരേ അക്ഷരം വേണം. അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്ത് വാക്കുകളുണ്ടാക്കുന്നവരാ മോശമാക്കുന്നത്. അങ്ങനെ മോശമാകണമെന്ന് പോകാറുണ്ട്. ചെറുക്ക, നീ അമേരിക്കയിൽ പോയിട്ട് നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ. മോനെ തമ്പി, നീ എപ്പോഴും കുട്ടിയാണ്. അതുകൊണ്ടാണല്ലോ നിന്നെ താൻകുട്ടി എന്ന് വിളിക്കുന്നത്. മോനെ പോലെ വെറുതെ പരിപാടിയിലാക്കിയിട്ട് ഇതൊക്കെ ഇതൊന്ന് പറയാം. മദ്യപാന്റെ മാധവസർ അയച്ചു തന്നെ എന്റെ അടിമാതികൾ അംഗീകരിക്കാൻ അവർക്ക് കൊണ്ട് പറയുക. പട്ടി വരും കഷ്ടത്തിനുള്ള പറയാനും പാടില്ല. ഉത്തരത്തോടെ എടുക്കാൻ വേണം. കാറ്റിന്റെ കാർത്തികമായ കാര്യം വരുമ്പോ സ്വന്തം മാറ്റി വയ്ക്കും. താനെ സ്വന്തം കഴിക്കണം. മോനെ തമ്പി, വീട്ടിലേക്ക് ചെന്നില്ലേക്ക് കഴിയില്ല. കൃത്യമായി കാറ്റയച്ചെന്നാ മതിന്ന് പറയുന്നവരുടെ ബാക്കിയുള്ളവനെ കുടുംബജീവിതത്തിന്റെ വിലയാക്കി. നീ ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നാണ്. ക്ലാസ് എടുക്കാൻ വന്നതല്ല, കുപ്പി എടുക്കാൻ വന്നതാണ്. പെട്ടെന്ന് ദിവസം ഇവിടുന്ന് ഇറങ്ങിക്കൊണ്ട് വന്നപ്പോ മുറിയിൽ ഒരു കുപ്പി വെച്ച് മറന്നുപോയി. അതെടുക്കാൻ പറ്റില്ല. പ്ലീസ് ഗിവ് മി എ വഴി. അങ്ങോട്ട് മാറി എത്തിക്കാമെന്ന് പറയും. കൊണ്ടുപോയി ചമ്മത്തേക്കേണ്ട വളർത്തി മാറാം. നീ ഇങ്ങനെ പള്ളിയിൽ എന്തെടുത്തായിരുന്നു? ഞാനിന്ന് ശില്പമോളെ കണ്ടു. നമ്മുടെ മോളല്ലേ, അങ്ങനെയൊക്കെ തള്ളിക്കളയാൻ പറ്റും? മോനെ, കാലികത്തിലല്ലാതെ ഭാര്യയ്ക്ക് വേറെ ആരാണെന്ന മറ്റാരാണ് അഭയം കാണേണ്ടത്? സന്തോഷത്തിലും സന്താനത്തിലും ഒരുമിച്ച് എന്റെ പ്രതിജ്ഞ എടുത്തപ്പോ ജീവിതത്തിൽ ഇതുപോലെ പല പ്രതിസന്ധികളും ഉണ്ടാകുമെന്ന് കരുതണമായിരുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാം. അതിലൂടെ ഈ കുടുംബം നിലനിർത്തും. അതിനുവേണ്ടി വെടിമൃഗമാകാൻ എന്നെ കിട്ടില്ല. ഇതൊക്കെ ദൈവത്തിന്റെ പരീക്ഷകളാണ്. വൈദ്യുതി ജോബിന്റെ ഉത്സവമായിട്ട് അവളെ ധ്യാനിപ്പിക്കാൻ തുടങ്ങി. ഈ വീട്ടിലുള്ളവർക്ക് വിചാരിച്ചിട്ട് കുറവുണ്ട്. നേരെ ചൊവ്വേ നിങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്കുള്ളിൽ എത്ര നാളായി നോക്കിയാൽ അതിനും കൂടെ കൂടി നീ ദിവസം 3-4 മണിക്കൂർ പ്രാർത്ഥിച്ച് ദൈവത്തിന് ആവശ്യത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടല്ലോ. വന്നിപ്പോ പ്രാർത്ഥന വീട്ടുകാരിലൊക്കെ മാത്രം ജോലിക്കാരും മാറി. സ്വർഗത്തിന്റെ കവാടത്തിൽ തുറക്കുന്ന കൊടുക്കാത്ത പ്രാർത്ഥന അറിയോ? സുനാമി ആകാതെ ഒത്തൊരുമയോടെ ഒരേ മനസ്സോട് തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ നിലനിർത്തുന്നു. അതെങ്ങനെയാണ്? മക്കളെ അപേക്ഷിക്കുന്നത് ഉള്ള കാര്യത്തിൽ വിടരാതെ ദൈവത്തെ കൊടുത്ത് കണ്ടുപിടിച്ചിട്ട് ശ്രമിക്കല്ലേ? പണം വന്നൊക്കെ വേറെ പറഞ്ഞു. അതിന്റെ ശിക്ഷ നോക്കിപ്പോയത് ശിക്ഷയൊന്നും അല്ലല്ലോ. ഞാനത് കഴിച്ചു. ഇനി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ പണം വെച്ച് എന്റെ ഇടപാടുകൾ നിർത്ത് നമുക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോകാം. എന്റെ അപ്പനെ കത്തിച്ചിരുന്ന മണ്ണിലേക്ക് ദേവസ്ഥയ്ക്ക് മടങ്ങിപ്പോക്കില്ല. എന്റെ മണ്ണിന്റെ ആധാരം നിർണ്ണയിച്ച് പണയം വെച്ച് പണമുണ്ടാക്കി ജനാധിപത്യം മാധവൻ അവനൊരു തിരിച്ചടി കൊടുക്കാതെ ദേവസ്ഥയ്ക്ക് വിശ്രമമില്ല. ജീവിതത്തിൽ തിരിച്ചടികൾ മാത്രമേ ഏറ്റുവാങ്ങിയിട്ടുള്ളൂ. എനിക്ക് എന്റെ ചങ്ങാതി കരുതിച്ചിരിക്കുന്നുണ്ട്. അത് സ്വീകരിക്കാനാണ് വന്നിരിക്കുന്നത്. മാത്രം ചതിയൻ വഞ്ചകൻ ദ്രോഹിയല്ലേ? അത് ഞാൻ ആലോചന. പക്ഷേ എന്റെ കൂട്ടുകാരുടെ കരവിലെ സ്നേഹം മനസ്സിലാക്കാൻ കഴിവില്ലാത്തവനല്ല. ആത്മാവിലേക്ക് ആർന്നുപോയ ബന്ധങ്ങൾ വ്യക്തിയുമായി എനിക്ക് പറ്റുകിട. ഇതാ തന്റെ മണ്ണിന്റെ ആധാരം. എന്നെ നിനക്കറിയില്ല. സത്യമാണ്, ചതിക്കാൻ വേണ്ടി ചെയ്തതല്ല. സംഭവിച്ചു പോയി. ഇനിയും നീ തന്നെ എന്ത് ശിക്ഷയും ഞാൻ അനുഭവിച്ചോളാം. നീ ചോദിച്ചില്ലെങ്കിൽ ഞാൻ സന്തോഷത്തോടെ തീരുമാനിക്കുന്നത്. നീ എന്നു മുതലാണ് എന്നെ ഒളിക്കാൻ തുടങ്ങിയത്? കാലത്തിന്റെ കണക്കൂട്ടുകൾ എപ്പോഴാണ് എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. നമ്മളാരും ആഗ്രഹിക്കുന്ന പോലല്ല ജീവിക്കുന്നത്, ചിന്തിക്കുന്ന പോലല്ല പ്രവർത്തിക്കുന്നത്. അതിപ്പോഴത്തെ സാഹചര്യങ്ങളുടെ പുറത്ത്. ഇത് കൊണ്ടുപോയി നിനക്ക് അവകാശപ്പെട്ടതാ. ആദ്യം നിന്റെ ഭാഗത്ത് ഒഴിവാക്കി. അയ്യോ വേണ്ട, നിന്റെ ഈ സ്നേഹം അത് മാത്രം മതി. എന്നോട് ക്ഷമിക്കണം. പ്രതികാരം മനുഷ്യർക്കുള്ളതല്ല. ഈ കഴിച്ച പട്ടിയെ തിരിച്ചു കഴിക്കുന്ന പുറത്ത് വൃത്തിയ ചേർത്തോടായി പ്രതികാരം പോകുന്നത് നമ്മൾ ആനന്ദിക്കാത്ത പണിയല്ല. കണ്ടില്ല, ഞങ്ങൾ
മാധവൻ സാർ, എല്ലാവരും കൂടി ഒരു വഞ്ചകത്തെ തിരിച്ചു വരവ് ആഘോഷിക്കാവും അല്ലേ? എന്താണ് നിന്റെ ബുദ്ധി നശിക്കോ? തരം കിട്ടിയ ആത്മസുഹൃത്തിനെ പോലും വഞ്ചിക്കാൻ മടി കാണിക്കില്ലാതെ തെളിയിച്ച ഒരാളെ വീടിന്റെ പുറത്തല്ല വരുന്നത്. രമേശ, മാധവൻ ആധാരം ചെയ്യപ്പെടാമെന്ന് എന്താണോ ഇനി പുതിയ കണ്ടിപ്പ്? മകളുമായി പോയിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. ഇതിനെ 5 ലക്ഷം രൂപ ഉണ്ടാക്കി ആധാരം തിരിച്ചെടുക്കാൻ ആരും പണയം വെച്ചു. ഈ വീട്ടുകാരൻ ചോദിച്ചിട്ട് കുറെ നേരം ചരക്കുന്നു. നിന്റെ അച്ഛൻ ഞാൻ പറയാൻ വെച്ചിട്ടുണ്ടോ? ഈ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറഞ്ഞോളൂ. പുറത്തുനിന്നുള്ളവർക്ക് അവകാശം വേണ്ട. വരാം.